ആ രണ്ടാമത്തേതൊന്ന് വായിച്ചേ. എന്താണ് സാർ? ആ ബോർഡിലെ രണ്ടാമത്തേതൊന്ന് വായിക്കാൻ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ ഉറക്കെ വായിക്ക് സാജ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ അറസ്റ്റിലായ വ്യക്തിയുടെ ഒപ്പ് വാങ്ങിയിരിക്കുകയും വേണം. എന്നിട്ട് മെമ്മോ ഒപ്പിട്ടോ? ഇല്ല സാർ, ഉടനെ മേടിക്കുക. ആ മൂന്നാമത്തെ വായിച്ചു. അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റിലായ വ്യക്തിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയെ സാക്ഷിയായി ഉൾപ്പെടുത്തി ഒപ്പ് വാങ്ങണം. ബന്ധുമിത്രാദികളെ വിവരം അറിയിച്ചോ? ഇല്ല സാർ, അറിയിക്കാം. നിങ്ങൾ അറിയിച്ചില്ല, പക്ഷെ ഞാൻ ഇവിടെ എത്തി. ഈ തല്ലിച്ചതച്ചവനെ വെറുതെ വിട്ടിട്ട് രക്ഷിച്ചവനെ പിടിച്ച് അകത്തിട്ടു അല്ലേ? ഏത് കോത്താഴത്തെ നിയമമാണ്? സാർ, അയാൾ കള്ളനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് കള്ളനെ രക്ഷിക്കുന്നതും അവനെ പിടിക്കാൻ ശ്രമിച്ച കടയുടമയെ തല്ലുന്നതും അനുവദിക്കാൻ പറ്റില്ല സാർ. കടയുടമ ഹോസ്പിറ്റലിലാണ് സാർ. കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് പോലീസ് നടപടി സാർ. കംപ്ലൈന്റ് എവിടെ സാർ? താൻ ഈ സംഭവ സ്ഥലത്ത് പോയായിരുന്നു? പോയി സാർ. എവിടെയാ സംഭവം നടന്നത്? അതിലുണ്ട് സാർ. നിങ്ങൾ പോയോ എന്നാണ് ചോദ്യം.